നമസ്തേ. ഇൻസൈഡ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ അരയുടെ ഭാഗത്തുള്ള ഈ വണ്ണം, ഈ സൈഡിലുള്ള ഈ ബൾജിങ്ങും അതുപോലെ തന്നെ വയറ്റിലുള്ള അമിതമായ കൊഴുപ്പ്, ഇതൊക്കെ പോകാൻ വേണ്ടി, ഇതൊക്കെ മാറ്റാൻ വേണ്ടി വളരെ ലഘുവായിട്ടുള്ള യോഗ പോസ്റ്റർ ഉണ്ട്. അത് നമുക്ക് സ്ഥിരമായിട്ട് നിസ്സാര ടൈം കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. അത് സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് മാത്രം. അതിൻ്റെ പേരാണ് അർത്ഥകടി ചക്രാസന എന്നാണ് പറയുന്നത്. അർത്ഥ എന്ന് പറഞ്ഞാൽ ഹാഫ് എന്നാണ് അർത്ഥം. ഗഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അര സൈഡിലുള്ള പോർഷനുകളാണ്. ചക്ര മീൻസ് വീൽ എന്നാണ്. അപ്പോൾ ഈ സൈഡിലുള്ള പോർഷന് വീല് പോലെ വളരെ ബെൻഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഇതിനുള്ളത്. ഒരു സൈഡ് ഇങ്ങനെ വീല് പോലെ ബെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ അബ്ഡോമിനൽ സൈഡൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മസിൽസിന് കൺട്രോൾ വരുത്താനായിട്ടൊക്കെ ഇതുമൂലം സാധിക്കും. പക്ഷെ ഇത് ചെയ്യാൻ പറ്റാത്ത, മിതമായി ചെയ്യേണ്ടവരുണ്ട്. ഇത് അമിതമായി ചെയ്യാൻ പാടില്ലാത്ത, തലകറക്കമുള്ളവർ, വർട്ടിഗോ ഉള്ളവർ ഇത് അമിതമായി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ളവർ ഇത് അമിതമായി ചെയ്യാൻ പാടില്ല, പക്ഷെ മിതമായിട്ട് ചെയ്യാം. അതുപോലെ ഹെർണിയുടെ അസുഖമുള്ളവർ ഇത് അധികമായിട്ട് ചെയ്യാൻ പാടില്ല, മിതമായിട്ട് ചെയ്യേണ്ട കേസുകളാണ്. ഇതൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അർത്ഥകടി ചക്രാസന ചെയ്യാം. അപ്പൊ ആദ്യമായി യോഗ മാറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം. കാലുകൾ ഒരല്പം അകത്തി വെക്കാം. എന്നുവെച്ചാൽ നമുക്കൊരു ബാലൻസ് വേണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒരു കാലുകൾ അല്പം അകത്തി വെക്കാം. എന്നിട്ട് നിവർന്ന് നിൽക്കാം. ശരീരത്തിന്റെ ഒരു പാർട്ടിൽ ഷോൾഡറിൽ എങ്ങൊരു ബലവും കൊടുക്കണ്ട. നട്ടെല്ലാം നല്ല നിവർത്തി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നിൽക്കാം. നമുക്ക് ആസന ചെയ്യുന്നതിലേക്കുള്ള കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ ശരീരത്തിനെ കൊണ്ടുവരാം. നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് ലയിച്ച് ചെയ്യുക. കൈകൾ സ്ട്രെയിറ്റ് വെക്കുക. അത് നമ്മുടെ ഇടത് കൈ ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. എന്നിട്ട് ചെവിയോട് ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വിടുക. എന്നിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. നമ്മുടെ ഈ തൈ പോർഷനിൽ ഇങ്ങനെ ബലം കൊടുത്ത് വലത് കൈ ഇങ്ങനെ പതുക്കെ സ്ലിപ്പ് ചെയ്ത് താഴേക്ക് പോവുക. മാക്സിമം പോവാ. ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ അതുപോലെ ഓവറായിട്ട് ബാക്കിലൊക്കെ ബെൻഡ് ചെയ്ത് കറക്റ്റ് ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിളിൽ വേണം ബെൻഡ് ചെയ്യാൻ. വളരെ മാക്സിമം ബെൻഡ് ചെയ്ത് നിന്ന ശേഷം ഒരു 30 സെക്കൻഡ്സ് നമുക്കിങ്ങനെ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് നിൽക്കാം. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ എക്സേൽ ചെയ്തുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമുക്ക് ചെയ്യാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ സ്ട്രൈറ്റ് കൊണ്ടുവരാം. കൈകൾ ചെവിയോട് ചേർത്ത് വയ്ക്കാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. ശരീരത്തിൻ്റെ ഒരു പോർഷനിൽ നമുക്ക് അമിതമായ ബലമോ സ്ട്രെയിനോ ഒന്നും കൊടുക്കുന്നില്ല. പതുക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്ത് നിൽക്കുക. മുട്ടുകളൊന്നും വളയ്ക്കാൻ പാടില്ല. 30 സെക്കൻഡ്സ് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നിൽക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഉയർന്നു വരാം. ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഒരു സംശയം ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്ത് ഒരു വലിച്ചിലും വരുന്നു. അതുപോലെ നമ്മുടെ ബെൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. അത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ സ്ഥിരമായിട്ട് ഈ ഒരു പോർഷനിൽ സംഭവിക്കുന്നു. അതുപോലെ അബ്ഡോമിനൽ മസിൽസുകളൊക്കെ ഒരു വലിച്ചിൽ സംഭവിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിൻ്റെ മൊബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടുത്തെ എക്സസ് ഫാറ്റുകൾ ബേൺ ചെയ്യാൻ സാധിക്കും. വളരെ ലളിതമായിട്ടുള്ളൊരു എക്സസൈസാണ്. എല്ലാവർക്കും ചെയ്യാം. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ ഇതുമൂലം നമുക്ക് നമ്മുടെ ഈ അരഭാഗത്തെ വണ്ണം കുറക്കുവാൻ സാധിക്കുന്നു. അതുപോലെ അബ്ഡോമിനലിൻ്റെ ഔട്ടർ പോർഷനിലെ മസിൽസുകളൊക്കെ വലിച്ചു വന്ന് ഇവിടുത്തെയും ഒരു ബെല്ലി സൈഡിലുള്ള ഫാറ്റുകൾ റെഡ്യൂസ് ചെയ്യാനും
കുറയ്ക്കുവാനായിട്ട് ഇതുമൂലം സാധിക്കുന്നു. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഹെർണിയ ഉള്ളവർ, ഹൈ ബി പി ഉള്ളവർ, അതുപോലെ വെർട്ടിഗോ, തലചുറ്റലൊക്കെ ഉള്ളവർ വളരെ മിതമായിട്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് ചെയ്ത് കളയരുത്. അല്ലാത്ത നോർമൽ ഒരു കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഇതൊരു സൈഡിൽ നമുക്കൊരു 10 ടൈംസ് വൺ സൈഡ്, 10 ടൈംസ് അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് മാറി മാറി നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ തന്നെ ഫാറ്റായിട്ട് ഈ പല വർക്കൗട്ട് ചെയ്തിട്ട് പോയില്ല എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യാൻ സമയമില്ല, എനിക്ക് ഇതിൻ്റെ ബ്രീത്ത് ലെവൽ അറിയില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് പലരും എക്സസൈസ് ചെയ്യാതിരിക്കുന്നതിന്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം ചെയ്യാം. അപ്പോൾ അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ചെറിയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ എല്ലാം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ തുടർ വീഡിയോകളിൽ ഞാൻ ഇതുപോലെയുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.